Cyclic groups എന്താണെന്ന് നമുക്ക് നോക്കാം. If capital G is a group and a element of capital G, then H is equal to set of all a raised to n such that n element of Z is a subgroup of capital G. നമ്മൾ സൈക്കിൾ സബ് ഗ്രൂപ്പ് കണ്ടതാണ്. ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുന്നു, അതിനകത്തുള്ളൊരു എലമെൻ്റ് എ എടുക്കുന്നു, എയുടെ എല്ലാ പവറുകളും കൂടെ നമ്മൾ എടുത്തിട്ട് അതിനെ എച്ച് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ആ എച്ച് എന്ന് പറയുന്നത് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ക്യാപിറ്റൽ ജി. ആ എച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. ഏതെങ്കിലും ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ പവറുകളും കൂടെ എടുത്തു കഴിഞ്ഞാൽ അതൊരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യും. അത് സൈക്ലിക് ആയിരിക്കും, സൈക്ലിക് സബ് ഗ്രൂപ്പാണ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദിസ് ഗ്രൂപ്പ് ഈസ് ദി സൈക്ലിക് സബ് ഗ്രൂപ്പ് എ ഓഫ് ക്യാപിറ്റൽ ജി ജനറേറ്റഡ് ബൈ എ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഗ്രൂപ്പിനെ സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് ക്യാപിറ്റൽ ജി എന്നാണ് വിളിക്കുന്നത്. ജനറേറ്റഡ് ബൈ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് ക്യാപിറ്റൽ ജി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓൾസോ ഗിവൺ എ ഗ്രൂപ്പ് ക്യാപിറ്റൽ ജി ആൻഡ് ആൻ എലമെൻറ്റ് എ ഇൻ ജി ഇഫ് ക്യാപിറ്റൽ ജി ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ such that n element of Z, then A is a generator of capital G and the group G is equal to cyclic group generated by A is cyclic. ഇനി ഒരു ഗ്രൂപ്പ് ക്യാപിറ്റൽ ജി ഉണ്ട്, ഒരു എലമെൻറ്റ് എയും ഉണ്ട്. ഓക്കെ, ഇനി ജീനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എയുടെ പവറുകളായിട്ട് ജിയിലെ മൊത്തം എലമെൻറ്റ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദെൻ എ ഈസ് എ ജനറേറ്റർ. എയിനെ ജിയുടെ ജനറേറ്റർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദ ഗ്രൂപ്പ് ജി ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് നമ്മൾ എഴുതും, അത് സൈക്ലിക്കാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ജി ഉണ്ട്, അതിനകത്തിൽ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ജിയിലെ മൊത്തം എലമെൻസിനെ നമുക്ക് എയുടെ പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അതിൻ്റെ അർത്ഥം. എ റൈസ് ടു എൻ, ജിനെ മൊത്തത്തിൽ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ എലമെൻ്റ് ഓഫ് ഇസഡ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ദെൻ എ ഈസ് എ ജനറേറ്റർ ഓഫ് ക്യാപിറ്റൽ ജി. അങ്ങനെയാണെങ്കിൽ എയിനെ നമ്മൾ ജിയുടെ ജനറേറ്റർ എന്ന് വിളിക്കും. ആൻഡ് ഗ്രൂപ്പ് ജി ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ സൈക്ലിക്കാണ്. എയിനെ ജിയുടെ ജനറേറ്റർ എന്ന് വിളിക്കും. ജി ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈക്ലിക് എന്ന് നമ്മൾ പറയും. ഏതെങ്കിലും ഒരു, അപ്പോൾ എന്ത് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ മൊത്തം എലമെൻസിനെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എല്ലാ എലമെൻസിനെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഗ്രൂപ്പാണ് സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ ആ എലമെൻറ്റിനെ നമ്മൾ അതിൻ്റെ ജനറേറ്റർ എന്ന് വിളിക്കും. ഇഫ് ദി സൈക്ലിക് സബ് ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എ ഓഫ് ജി ഈസ് ഫൈനൈറ്റ്. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണെങ്കിൽ ആ എയുടെ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ എന്താ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എ റൈസ് ടു എൻ ഐഡൻറ്റിറ്റി ആവുന്ന ഏറ്റവും ചെറിയ പവറാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതും ഈ എലമെൻറ്റിൻ്റെ ഓർഡറും സെയിം ആയിരിക്കും. അതർവൈസ് വി സേ ദാറ്റ് എ ഈസ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ. ഇനി അങ്ങനെ നമുക്ക് ഫൈനൈറ്റായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എയിൻ്റെ ഓർഡർ ഇൻഫിനിറ്റ് ആണെന്ന് പറയും. എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് അതാണ് അടുത്തായിട്ടുള്ളത്. എവരി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. തിയറം: ലെറ്റ് ക്യാപിറ്റൽ ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എ ബി എ ജനറേറ്റർ ഓഫ് ക്യാപിറ്റൽ ജി സോ ദാറ്റ് ജി ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ എലമെൻ്റ് ഓഫ് ഇസഡ്. ജി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്, എ എന്ന് പറയുന്നത് ജിയുടെ ജനറേറ്ററാണ്. അപ്പോൾ ജീനെ എങ്ങനെ എഴുതാം? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ എലമെൻ്റ് ഓഫ് ഇസഡ് എന്ന് എഴുതാം. ഇഫ് G1 ആൻഡ് G2 ആർ എനി ടു എലമെൻറ്റ്സ് ഓഫ് ജി ദെൻ ദെയർ എക്സസ് ഇൻഡിജേഴ്സ് ആർ ആൻഡ് സച്ച് ദാറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈക്ലിക് ഗ്രൂപ്പുകളെല്ലാം അബീലിയൻ ആയിരിക്കും. എന്താണ് ഈ അബീലിയൻ ഗ്രൂപ്പ്? അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ രണ്ട് എലമെൻറ്റ്സ് എ ഇൻറ്റു ബിയും എടുത്തു കഴിഞ്ഞാലും ബി ഇൻറ്റു എ എന്നെടുത്തു കഴിഞ്ഞാലും സെയിം ആയിട്ട് കിട്ടണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആയിട്ട് കിട്ടുന്ന ഗ്രൂപ്പ് ആ അബീലിയൻ ഗ്രൂപ്പ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പുകളെല്ലാം അബീലിയൻ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു, എ ആണ് അതിൻ്റെ ജനറേറ്റർ. അപ്പോൾ അതിനെ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ എലമെൻ്റ് ഓഫ് ഇസഡ് എന്ന് എഴുതാം. അവിടുന്ന് രണ്ട് എലമെൻറ്റ്സ് G1 G2 എടുത്തു. G1നെ എ റൈസ് ടു ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, കാരണം എല്ലാത്തിനെയും നമ്മൾ എയുടെ പവർ ആയിട്ടാണല്ലോ എഴുതുന്നത്. G2നെ എ റൈസ് ടു എസ് എന്ന് നമുക്ക് എഴുതാം. ഇനി G1 ഇൻറ്റു G2 ഈസ് ഈക്വൽ ടു എ റൈസ് ടു ആർ ഇൻറ്റു എ റൈസ് ടു എസ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു ആർ പ്ലസ് എസ് ഈക്വൽ ടു എ റൈസ് ടു എസ് പ്ലസ് ആർ ഈക്വൽ ടു എ റൈസ് ടു എസ് ഇൻറ്റു എ റൈസ് ടു ആർ ഈക്വൽ ടു G2 ഇൻറ്റു G1. അപ്പോൾ എന്തായി? അബീലിയൻ ആയില്ലേ? സോ ജി ഈസ് അബീലിയൻ. ഇനി ഡിവിഷൻ അൽഗോരിതം ഫോർ ഇസഡ്. ഇഫ് എം ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എൻ ഈസ് എനി ഇൻറ്റിജർ ദെൻ ദെയർ എക്സിസ്റ്റ് യുണീക്ക് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ സച്ച് ദാറ്റ് എൻ ഈസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. അപ്പം എം ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്, എൻ ഏതോ ഒരു ഇൻറ്റിജറാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കോഷ്യൻറ്റും ആറെന്ന് പറയുന്ന ഒരു റിമൈൻഡറും കിട്ടും. എൻ ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആറെന്ന് എഴുതാം. ഇത് ഇങ്ങനെ വരച്ച് കാണിക്കുകയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? എമ്മിൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കും. എമ്മിൻ്റെ മൾട്ടിപ്പിൾസ് എടുത്തിട്ട് അവിടെ അതിനകത്ത് എവിടെയാണ് എന്നിൻ്റെ സ്ഥാനം എന്ന് നോക്കും. എന്നിൻ്റെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഓരോ ഫിഗറിലും എന്നിൻ്റെ സ്ഥാനം ഡിഫറൻ്റ് ആയിട്ടാണ്. ക്യൂ എം കഴിഞ്ഞിട്ട് ക്യൂ പ്ലസ് 1 ഇൻറ്റു എമ്മിൻ്റെ തൊട്ട് മുമ്പായിട്ട് എൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ എൻ ഇസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആറ്. എം ക്യൂവിൻ്റെ കൂടെ ആറൂടെ കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്? എൻ വരുന്നത്. അപ്പോൾ അതാവുന്ന രീതിയിൽ ആ വരച്ചേക്കുന്നതിനകത്തിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നിൻ്റെ പൊസിഷൻ വരെയാണ് വരുന്നത്. എം ക്യൂവിൻ്റെ കൂടെ ആറൂടെ കൂട്ടുമ്പോഴാണ് എൻ കിട്ടേണ്ടത്. ആ രീതിയിലാണ് വരുന്നത്. അതിൻ്റെ താഴത്തേനകത്ത് ഇത് കറക്റ്റാണ്. എം ക്യൂ ഇൻറ്റു എം, ക്യൂ പ്ലസ് 1 ഇൻറ്റു എം. പിന്നെ ക്യൂ പ്ലസ് 1 ഇൻറ്റു എമ്മിൻ്റെ സ്ഥാനത്താണ് എൻ എങ്കിൽ ആ ആറെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ക്യൂ എം കഴിഞ്ഞിട്ട് ക്യൂ പ്ലസ് 1 ഇൻറ്റു എം വരെ വരും. അത്രയേ ഉള്ളൂ അത്. ഇനി എൻ എന്ന് പറയുന്നത് എമ്മിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു എം ക്യൂ ആയിട്ടായിരിക്കും നമുക്ക് എൻ കിട്ടുന്നത്. ഓക്കെ, ഹിയർ Q is the quotient and R is non-negative. Example, find the quotient Q and the remainder R when 38 is divided by 7 according to the division algorithm. Find the quotient Q and the remainder R when 38 is divided by 7 according to the division algorithm. ഈ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് നോക്കാം. ഇപ്പോൾ നമ്മൾ കോഷ്യൻ്റ് ക്യൂവും റിമൈൻഡർ ആറ് 38നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് ക്യൂ റിമൈൻഡർ ആറും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 7ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുക. 7ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ 7, 14, 21, 28, 35, 42 ഇത്രയും നമ്പേഴ്സ് കിട്ടി. 38 ഇസ് ഈക്വൽ ടു 35 പ്ലസ് 3 ഈക്വൽ ടു 7 ഇൻറ്റു 5 പ്ലസ് 3. ഓക്കെ, ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും? അപ്പം നമ്മൾ എന്താ ചെയ്തത്? 38 എന്ന് പറയുന്ന ആ നമ്പർ, അപ്പോൾ അതിനടുത്തുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ 35ആണ്. 35ൻ്റെ കൂടെ എത്ര കൂട്ടണം? 3 കൂട്ടിയാൽ 38 കിട്ടും. അങ്ങനെ എഴുതി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 7 ഇൻറ്റു 5 പ്ലസ് 3 എന്ന് കിട്ടും. ക്യൂ എന്ന് പറയുന്നത് 5 ആണ്, ആർ എന്ന് പറയുന്നത് 3 ആണ്. ഫൈൻഡ് ദ ക്വോഷ്യൻ്റ് ക്യൂ ആൻഡ് റിമൈൻഡർ ആർ വെൻ -38 is divided by 7 according to the division എഴുതുക. നെഗറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് 7 ആർ. -38നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ വേണം. നെഗറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് 7 എടുക്കുക. -7, -14, -21, -28, -35, -42. ചൂസിങ് ദ മൾട്ടിപ്പിൾ ടു ലീവ് എ നോൺ നെഗറ്റീവ് റിമൈൻഡർ ലെസ് ദാൻ 7. വി റൈറ്റ് -38നെ എങ്ങനെ എഴുതാം? -30, അതായത് -35ന് ശേഷമുള്ളത് എടുക്കണം. കാരണം റിമൈൻഡർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പം -38 കഴിഞ്ഞ് വരുന്ന 7ൻ്റെ മൾട്ടിപ്പിൾ -42. അപ്പോൾ -42ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ വേണം -38 കിട്ടാൻ. അപ്പം ഇതല്ല -38ന് മുമ്പുള്ളത് -35 എടുക്കുന്നതെന്ന് വിചാരിക്കും. -35 എടുത്തു കഴിഞ്ഞാൽ -35 -3 എന്നേ കൊടുക്കാൻ പറ്റും. അപ്പോൾ റിമൈൻഡർ എന്താവും? നെഗറ്റീവ് ആവും. റിമൈൻഡർ പോസിറ്റീവ് ആകണമെന്നാണ് നമ്മളോട് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം മൈനസ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മൾട്ടിപ്പിൾ വേണം ചൂസ് ചെയ്യാൻ. അപ്പം മൈനസിൻ്റെ കൂടെ പിന്നെ ഒരു പ്ലസ് ചെയ്താലല്ലേ അത് കുറഞ്ഞു വന്നിട്ട് -38 ആവത്തുള്ളൂ. 7 × -6 + 4 Q -6 R 4. ഈ തിയറം, എ സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് is cycle. Let capital G be a cyclic group generated by A and let H be a subgroup of capital G. If H is equal to cyclic group generated by E, then H is equal to G എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്, ജനറേറ്റഡ് ബൈ എ ആണ്. ആൻഡ് ലെറ്റ് എച്ച് ബി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ജി എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണ്. ഇനി എച്ച് എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പാണ്. ഇഫ് എച്ച് ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഇ, ദെൻ എച്ച് ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈ സൈക്ലിക്. നമ്മൾ എടുക്കുന്ന എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണല്ലോ എടുത്തത്. ആ സബ് ഗ്രൂപ്പ് എച്ച് ആണെന്ന് വിചാരിക്കുക. എച്ച് എന്ന് പറയുന്നത് ഇ ആണെങ്കിൽ ഇനെ നമുക്ക് ഇ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് കാണിക്കാമല്ലോ. അപ്പോൾ അതെന്തായി? സൈക്ലിക്കായി. ഇനി എച്ച് എന്ന് പറയുന്നത് ഇ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന അല്ലെന്ന് വിചാരിക്കുക. ദെൻ എ⁻n എലമെൻറ്റ് ഓഫ് എച്ച് ഫോർ സം n എലമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ്. എച്ച് എന്ന് പറയുന്നത് സൈക്ലിക് ജനറേറ്റ് ബൈ ഇ അല്ല. അങ്ങനെയാണെങ്കിൽ
അതിനകത്തിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടാവും. ജിയുടെ സബ് ഗ്രൂപ്പാണല്ലോ ഈ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ജി സൈക്ലിക്കാണ്, അതിനെ എ കൊണ്ട് ജനറേറ്റ് ചെയ്തതാണ്, അതിലെ എല്ലാ എലമെൻസും എൻ്റെ പവറാണ്. അപ്പോൾ എച്ചിനകത്തും എയുടെ പവർ ഉണ്ടാവും. എ റേസ് ടു എൻ എന്ന് പറയുന്നത് എച്ചിനകത്തിലുണ്ട്. അപ്പോൾ എ റേസ് ടു എൻ എലമെൻറ്റ് ഓഫ് എച്ച് ഫോർ സം എൻ എലമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ്. ലെറ്റ് എം ബി ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഇൻ ഇസഡ് പ്ലസ് സച്ച് ദാറ്റ് എ റേസ് ടു എം എലമെൻറ്റ് ഓഫ് എച്ച്. ഓക്കെ, ഇസഡ് പ്ലസിനകത്തുള്ള ഒരു, അതായത് എച്ചിനകത്ത് വരുന്ന ഏറ്റവും ചെറിയ പവറുള്ള എയുടെ പവർ, ഏറ്റവും ചെറിയ എയുടെ പവർ എടുക്കുക. അത് എ റേസ് ടു എം ആണെന്ന് വിചാരിക്കുക. വി ക്ലെയിം ദാറ്റ്, നമ്മൾ പറയാൻ പോകുന്ന ആ ചെറിയ പവർ കൊണ്ടാണ് ഈ എച്ചിനെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വി മസ്റ്റ് ഷോ ദാറ്റ് എവരി ബി എലമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. എച്ചിലുള്ള ഏതൊരു ബീനെയും ഏതൊരു എലമെൻറ്റിനെയും ഈ പറഞ്ഞ സി എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ആണ്. എ റേസ് ടു എമ്മിൻ്റെ പവറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് കാണിച്ചാൽ മതി. സിൻസ് ബി എലമെൻറ്റ് ഓഫ് എച്ച് ആൻഡ് എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി, ബി ഹാവ് ബി ഈക്വൽ ടു എ റേസ് ടു എൻ ഫോർ സം എൻ. അപ്പോൾ ബി നമ്മൾ എച്ചിനകത്ത് നിന്ന് എടുക്കുന്നു. എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ബി ഹാവ് ബി ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ ഫോർ സം എൻ. അപ്പോൾ ഈ ബീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ റേസ് ടു എൻ എന്ന് എഴുതാനായിട്ട് പറ്റും ഫോർ സം എൻ. കാരണം എന്താ? ജിയിലുള്ള ആളാണ് ഈ ബി എന്ന് പറയുന്നത്. എച്ചിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയിലും കൂടെ ഉള്ളതാണ്. അപ്പം എച്ചിൽ നിന്ന് ഒരു ബി എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും ഉണ്ട്, ജിയിലും ഉണ്ട്. ജിയിലുള്ള എല്ലാവരും എയുടെ പവറാണ്. അപ്പോൾ ബി ഈക്വൽ ടു എ റേസ് ടു എൻ എന്ന് എഴുതാം ഫോർ സം എൻ. ഇനി നമ്മൾ ഫൈൻഡ് ക്യൂ ആൻഡ് ആർ സച്ച് ദാറ്റ് എൻ ഈസ് ഈക്വൽ, ഈ എന്നിനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ ഏതോ ഒരു ബി എടുത്തു. ബി എന്ന് പറയുന്നത് എച്ചിലുള്ളതാണ്. എച്ച് ജിയുടെ സബ്സെറ്റാണ്. അപ്പോൾ ബി ജിയിലും ഉണ്ട്. ജി എന്ന് പറഞ്ഞാൽ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സെറ്റാണ്. ബീനെ നമ്മൾ എ റേസ് ടു എൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം. ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. ഇൻ അക്കോർഡ് വിത്ത് ദി ഡിവിഷൻ അൽഗോരിതം. അപ്പോൾ എ ഈസ് ഈക്വൽ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ എന്ന് എഴുതി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം എന്ന് എഴുതാം. ഇൻ അക്കോർഡ് വിത്ത് ദ ഡിവിഷൻ അൽഗോരിതം തന്നെ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ക്യൂ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ദ ഹോൾ റേസ് ടു ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ. എ റേസ് ടു ആറിനെ എങ്ങനെ എഴുതാം? എ റേസ് ടു എം ദ ഹോൾ റേസ് ടു മൈനസ് ക്യൂ ഇൻറ്റു എ റേസ് ടു എൻ. Now since a raised to n element of H, a raised to m element of H and H is a group, both a raised to m the whole raised to minus q and a raised to n are in H. a raised to n എന്ന് പറയുന്നത് എച്ചിലുള്ളതാണ്. a raised to m എന്ന് പറയുന്നതും എച്ചിലുള്ളതാണ്. ഇനി എച്ച് ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എ റേസ് ടു എമ്മിൻ്റെ എല്ലാ പവറും എച്ച് വരും. അപ്പോൾ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു മൈനസ് ക്യൂ ഇവിടെ വരും, എച്ച് വരും. എ റേസ് ടു എൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റായ എ റേസ് ടു ആറും ഇവിടെ വരും, എച്ചിനകത്ത് വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എമ്മിനേക്കാളും ചെറുതാണ്. അതിനകത്തിൽ വരുന്ന ഏറ്റവും ചെറിയ പവർ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ആയിരുന്നു. അപ്പോൾ ആർ എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എന്താവും? എൻ ഈസ് ഈക്വൽ ടു നമുക്ക് ക്യൂ ഇൻറ്റു എം എന്ന് എഴുതാൻ പറ്റും ആർ 0 ആകുമ്പോൾ. അപ്പം ബി എന്ന് പറയുന്നത് എ റേസ് ടു എൻ ആയിരുന്നു. എ റേസ് ടു എൻ എ റേസ് ടു എം ക്യൂ ആണ്. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു ക്യൂ ആണ്. അതായത് സി റേസ് ടു ക്യൂ ആണ്. സോ ബീനെ നമുക്ക് സിയുടെ പവറായിട്ട് എഴുതാൻ പറ്റി. ഓക്കെ, അടുത്തത് കൊറോളറി. ദ സബ് ഗ്രൂപ്പ് ഓഫ് ഇസഡ് അണ്ടർ അഡിഷൻ ആർ പ്രിസൈസ്ലി ദ സബ് ഗ്രൂപ്പ്സ് എൻ ഇസഡ് അണ്ടർ അഡിഷൻ. അപ്പോൾ ഇസഡ് അണ്ടർ അഡിഷൻ്റെ സബ് ഗ്രൂപ്പ്സ് എല്ലാം എൻ ഇസഡ് അണ്ടർ അഡിഷനാണ്. Definition: let R and S be two positive integers. The positive generator D of the cyclic group H is equal to NRI plus MS such that n comma m element of Z under addition is the greatest common divisor of R and S. That is D is equal to GCD of R comma S. Let R and S be two positive integers. The positive generator D of the cyclic group. R S എന്താണ്? രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ദ പോസിറ്റീവ് ജനറേറ്റർ ഡി ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ്. ആർ എസും രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ദ പോസിറ്റീവ് ജനറേറ്റർ ഡി ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ് എച്ച് ഇസ് ഈക്വൽ ടു എൻ ആർ പ്ലസ് എം എസ് അണ്ടർ അഡീഷൻ ഈസ് ദി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ആർ ആൻഡ് എസ്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എൻ ആർ പ്ലസ് എം എസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആറിൻ്റെ എസിൻ്റെയും കൂടെ ജി സി ഡി ആയിരിക്കും. Find the GCD of 42 and 72. The positive divisors of 42 are 42ൻ്റെ ഡിവൈസേഴ്സ്
1 3 1 2 3 6 7 14 21 42. പോസിറ്റീവ് ഡിവൈസസ് 72 ആരൊക്കെയാണ്? 1 2 3 4 6 8 9 12 18 24 36 72. അപ്പം 42ൻ്റെ 72ൻ്റെ പോസിറ്റീവ് ഡിവൈസസ് എടുത്തു. അതിനെതിരെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ 6 ആണ്. അപ്പോൾ 6നെ നമുക്ക് 3 × 72 + -5 × 42 എന്ന് എഴുതാൻ സാധിക്കും. Two positive integers are relatively prime if their GCD is 1. 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം എപ്പോഴാണ് പറയുന്നത്? അതിൻ്റെ GCD 1 ആണെങ്കിൽ നമ്മൾ പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇഫ് R and S are relatively prime and if R divides S sum, then R must divide him. R S റിലേറ്റീവ്ലി പ്രൈമാണ്. R S × Mനെ ഡിവൈഡ് ചെയ്യുകയാണ്. എസും R റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യത്തില്ലല്ലോ. പിന്നെ ആരെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? എമ്മിനെ ആയിരിക്കും. അപ്പോൾ 6 എസ് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അതിൻ്റെ GCD 1 ആണ്. അപ്പോൾ ആ 1നെ നമുക്ക് ഇതിൻ്റെ 2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത്. GCDനെ ആ 2 നമ്പറുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി കാണിച്ചു. 6നെ 72ൻ്റെയും 42ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി കാണിച്ചു. അപ്പോൾ 1ൻ്റെ 1 GCD ആണെങ്കിൽ നമുക്ക് ആറിനെയും എസിനെയും 1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് AR + BS എന്ന് എഴുതാൻ പറ്റും. ഇനി എം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുക. M = ARM + BSM. ഞാൻ 6 ആരെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 6 ARMനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം അതിനകത്ത് 6 ഉണ്ടല്ലോ. പിന്നെ BSMനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം 6 എന്ന് പറയുന്നത് now R divides both ARM and BSM. കാരണം എന്താ നോക്കട്ടെ. RSMനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ BSMനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 6 2നെ ഡിവൈഡ് ചെയ്യുന്ന എമ്മിനെ ഡിവൈഡ് ചെയ്യും. റൈറ്റ് സൈഡിൽ മൊത്തത്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഡിവൈഡ് ചെയ്യും. എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് നമുക്കുള്ളത്. എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കിട്ടാനുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ.